നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗവർണർക്കെതിരെ CPIM-ന്റെ പോരാട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പോരാട്ടവുമെല്ലാം വാർത്തകളാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തരം വാർത്തകളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അയോധ്യയും അവിടെ നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠയും ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന ദിവസം തന്നെയാണ്. അതുമാത്രമല്ല, ഈ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി 13 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായതെങ്ങനെ, ഇത്രയും നാൾ അയാൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ MT വാസുദേവൻ നായരുടെ പ്രസ്താവനയും എല്ലാം ഇന്ന് ചർച്ചാ വിഷയമായി. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ബഹിഷ്കരണമാണ് ഏറ്റവും അധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണവർ. അതായത് കോൺഗ്രസിന് ബഹിഷ്കരണം മാത്രമാണ് ഇപ്പോൾ പണി. ബഹിഷ്കരണത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ തന്നെ BJPക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. അതായത് G20 സബ്മിറ്റ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു. മാത്രമല്ല, പുതിയ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു. 2004 മുതൽ 2009 വരെ കോൺഗ്രസ് കാർഗിൽ വിജയ ദിവസം പോലും ബഹിഷ്കരിച്ചു എന്ന ഗുരുതരമായ ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. പൊഖ്രാനിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ 10 ദിവസം കോൺഗ്രസിന് മിണ്ടാട്ടമില്ലായിരുന്നു. പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഈ നിലയിൽ എല്ലാ കാര്യങ്ങളെയും ബഹിഷ്കരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യയിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൽ അതിശയമൊന്നുമില്ല രാജ്യത്തെ ജനങ്ങൾക്ക് എന്ന് തന്നെയാണ്. ഈ ചടങ്ങ് കൂടി ഇവർ ബഹിഷ്കരിച്ചാൽ ഇവരെ ഇന്ത്യയിലെ ജനം ബഹിഷ്കരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് BJP നേതാക്കൾ ആക്ഷേപിക്കുന്നുണ്ട് കോൺഗ്രസിനെ. എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ 13 വർഷം ഒളിവിലിരുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയെക്കുറിച്ചാണ് ചർച്ച. അതായത് NIA ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇയാളെ ഒളിപ്പിച്ചത് ആരാണ്? ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് SDPI നേതാവിൻ്റെ മകളെയാണ്. ഇയാൾ മരപ്പണിക്ക് പോയിരുന്ന കോൺട്രാക്ടർ SDPI നേതാവാണ്. ഇയാളെ രാജ്യം മുഴുവൻ കൊണ്ടുകറങ്ങുകയും വിദേശത്ത് കൊണ്ടുപോവുകയും തിരികെ കേരളത്തിലെ കണ്ണൂരിലെത്തി താമസിപ്പിക്കുകയും ആരും അറിയാതെ 13 വർഷം താമസിപ്പിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ ഉയരുന്നുണ്ട്. അതായത് ഒസാമ ബിൻ ലാദൻ മുമ്പ് കേരളത്തെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു, അങ്ങനെയെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ഒളിക്കുമായിരുന്നില്ല എന്ന് പലരും തമാശ രൂപേണ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത ഒളിപ്പിക്കൽ തന്നെയായിരുന്നു. ഈ ഒളിപ്പിക്കലിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചൊക്കെ NIA സംഘം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഏതൊക്കെ സംഘടനകളാണ്, ഏതൊക്കെ വ്യക്തികളാണ്, അവർക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് അവർക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ കേരള പോലീസും ഇപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. NIAയുടെയും അന്വേഷണം നീളുകയാണ്. കാരണം ഇത് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ സ്വാധീനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിലേക്കും NIA അന്വേഷണം വെളിച്ചം വീശുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.